വിമാനയാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന പുതിയ പരിഷ്കാരങ്ങളുമായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അഥവാ DGCA രംഗത്തെത്തിയിരിക്കുകയാണ്. യാത്രകൾ പ്ലാൻ ചെയ്ത ശേഷം അപ്രതീക്ഷിതമായി മാറ്റം വരുത്തേണ്ടി വരുമ്പോൾ വലിയൊരു തുക റദ്ദാക്കൽ ഫീസായി അഥവാ ക്യാൻസലേഷൻ ഫീസായി നൽകേണ്ടി വരുന്ന ദുരവസ്ഥയ്ക്ക് ഇതോടെ പരിഹാരമാകും. അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം 48 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും രീതിയിൽ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ ഒക്കെ യാതൊരുവിധ അധിക ചാർജും ഈടാക്കരുതെന്ന നിർണായകമായ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എയർലൈനുകളുടെ ഭാഗത്തു നിന്നുള്ള ചൂഷണം തടയുന്നതിനും യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ പുതിയ ചട്ടം നടപ്പിലാക്കുന്നത്. മാർച്ച് 26 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമം വിമാനയാത്ര പ്ലാൻ ചെയ്യുന്ന സാധാരണക്കാർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും യാത്രയ്ക്കായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യും. പക്ഷെ മനുഷ്യന്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും. അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷവും പലപ്പോഴും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം പലർക്കും ഉണ്ടാകാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാൻസലേഷൻ ഫീ എന്നും പറഞ്ഞ് നല്ലൊരു എമൗണ്ട് പോകാറുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു കാര്യത്തിനാണ് ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസം വന്നിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ യാത്ര മാറ്റേണ്ടി വന്നാൽ പണം പോകുമോ എന്ന ആശങ്കയില്ലാതെ ഇനി വിമാന ടിക്കറ്റ് എടുക്കാം. വിമാന ടിക്കറ്റ് എടുത്ത ശേഷം പണം നഷ്ടമാകാതെ ടിക്കറ്റ് റദ്ദാക്കാനും മാറ്റം വരുത്താനും സമയം അനുവദിക്കുന്ന നിർണായക മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ DGCA പുറപ്പെടുവിച്ചിരിക്കുന്നത്. ടിക്കറ്റ് എടുത്ത ശേഷമുള്ള 48 മണിക്കൂർ സമയത്തിനുള്ളിൽ വരുത്തുന്ന മാറ്റങ്ങൾക്ക് അധിക ചാർജ് ഈടാക്കാനാവില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും DGCAയുടെ ഈ ഒരു തീരുമാനം വളരെ നല്ലതാണ്. ഇത് നിരവധി വിമാന യാത്രികർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. DGCA ഫെബ്രുവരി 24 ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് നൽകിയത്. മാർച്ച് 26 മുതൽ DGCA നിർദ്ദേശം നടപ്പിൽ വരും. ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യേണ്ടി വരുമ്പോൾ എയർലൈനുകൾ പണം ഈടാക്കുന്നുവെന്ന് യാത്രക്കാർ വലിയ തോതിൽ പരാതിപ്പെട്ടിരുന്നു. ഇത്തരം പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി. ഉപയോഗിക്കാത്ത ടിക്കറ്റുകളുടെ റീഫണ്ട് വൈകിപ്പിക്കുന്നു, റദ്ദാക്കിയ വിമാന ടിക്കറ്റിന്റെ നിരക്കിൽ നിന്നും വലിയ കുറവ് വരുത്തുന്നു, റീഫണ്ട് തരാത്ത എയർലൈനുകൾ ഭാവി യാത്രയ്ക്കായി ആ പണം മാറ്റുമെന്ന് പറയുമ്പോഴും നിശ്ചിത കാലയളവിൽ യാത്ര ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലാണ് യാത്രികർ പ്രധാനമായും പരാതി പറഞ്ഞത്. അതെ, വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷമുള്ള 48 മണിക്കൂറിനിടെ ടിക്കറ്റിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കും ടിക്കറ്റ് റദ്ദാക്കുന്നതിനും പ്രത്യേക ഫീസ് ഈടാക്കരുതെന്നാണ് DGCA നിർദ്ദേശങ്ങളിൽ പ്രധാനം. ഇത് യാത്രക്കാർക്ക് വലിയ തോതിൽ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ്. അതേസമയം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത്തരം ഇളവ് യാത്രികർക്ക് ലഭിക്കില്ല എന്ന കാര്യമുണ്ട്. യാത്രികർ വിമാന ടിക്കറ്റ് എയർലൈനുകളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും എടുത്താൽ മാത്രമാണ് 48 മണിക്കൂർ സാവകാശത്തിന് അവസരമുണ്ടാവുക. ആഭ്യന്തര യാത്രകളിൽ 7 ദിവസത്തിനുള്ളിലും രാജ്യാന്തര യാത്രകളിൽ 15 ദിവസത്തിനുള്ളിലും എടുക്കുന്ന ടിക്കറ്റുകൾക്ക് ഈ സാവകാശം ലഭിക്കുകയില്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. വിമാനയാത്രക്കാരുടെ ദീർഘകാലമായുള്ള പരാതികൾ പരിഹരിക്കുന്നതിൽ DGCA എടുത്ത ഈ തീരുമാനം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. റീഫണ്ടുകൾ വൈകിപ്പിക്കുന്നതും ടിക്കറ്റ് മാറ്റത്തിന് വൻതുക ഈടാക്കുന്നതും തടയാൻ പുതിയ മാർഗനിർദ്ദേശങ്ങളിലൂടെ സാധിക്കും. യാത്രക്കാർക്ക് തങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന ഭയമില്ലാതെ യാത്രകൾ ആസൂത്രണം ചെയ്യാൻ ഇത് സഹായിക്കും. എന്നിരുന്നാലും നിയമത്തിലെ നിബന്ധനകളും സമയപരിധിയും കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ യാത്രക്കാരനും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. എയർലൈനുകൾ നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ അധികാരം നൽകാനും ഈ പരിഷ്കാരം സഹായിക്കും. യാത്രക്കാരെ മുൻനിർത്തിയുള്ള ഇത്തരം സുതാര്യമായ നയങ്ങൾ വ്യോമയാന മേഖലയിലെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും യാത്രകൾ കൂടുതൽ സുഗമമാക്കുകയും ചെയ്യും. എന്തുകൊണ്ടും ഈ തീരുമാനം വളരെ നല്ലതാണ്. ഒരു ടിക്കറ്റ് എടുത്തിട്ട് ചിലപ്പോൾ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ ടിക്കറ്റ് എമൗണ്ട് മുഴുവൻ നഷ്ടപ്പെടുന്നത്, ക്യാൻസലേഷൻ ഫീ എന്ന വലിയൊരു ഭീമമായ തുക നഷ്ടപ്പെടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ എങ്ങനെയാ ക്യാൻസൽ ചെയ്യേണ്ടത്? ക്യാൻസൽ ചെയ്യേണ്ടത് എയർലൈനുകളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് വേണം ഇത് എടുക്കാൻ. എങ്കിൽ മാത്രമേ ഈ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും വൈകാതെ ഇത് പ്രാബല്യത്തിൽ വരും. ഒരുപാട് യാത്രികർക്ക് ഇത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ്. ഇതിനോടൊപ്പമുള്ള നിബന്ധനകൾ മറക്കാതിരിക്കുക.